മക്കളെ, നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഉസ്താദ് ഒന്ന് പ്രസംഗിച്ചാൽ? ഇന്നലെ പേരോടവിടെ പ്രസംഗിച്ചില്ലേ? പൊതുസമ്മേളനത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചില്ലേ? മുട്ടിപ്പടി തങ്ങൾ പ്രസംഗിച്ചില്ലേ? എന്തേ സുലൈമാൻ ഉസ്താദിനൊരു മൈക്ക് കൊടുക്കാതിരുന്നത് പ്രസംഗിക്കാൻ? വലിയമ്മളുടെ സാദാത്തുക്കളെ, ഉലമാക്കളെ, മറ്റുള്ള സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുസ്ലിമാക്കി ജീവിച്ചതാണ് ലോകത്ത് നമുക്ക് ഏറ്റവും കിട്ടിയ റഹ്മത്ത്. അതിൻ്റെ കാരണം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് അയച്ചു തന്ന അല്ലാഹു തആല നമ്മളെ ഹിദായത്താക്കാൻ വേണ്ടി. അങ്ങനെ നമ്മളെ എല്ലാ ദുർമാർഗത്തിൽ നിന്നും സന്മാർഗത്തിലേക്ക് ക്ഷണിച്ച് അത് ചെയ്യാനുള്ള പ്രേരണകളൊക്കെ ചെന്ന് നമുക്ക് ചെയ്തു തന്നിട്ട് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് ദീനുൽ ഇസ്ലാമിൽ അടിയുറപ്പിച്ച് നിർത്തി. അത് പഠിക്കലാണ് സ്ഥാപനങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശം. ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ലൗകിക അറിവ് ഉൾപ്പെടെ ദീനിയായ അറിവും കൂടി. ആ കാട്ടുവളപ്പിൽ മോയന്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് ചാടി രാമ രാമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടി രാമ രാമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. ഓനത്രേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഈ കോമാടനാണല്ലോ ചെയ്യിപ്പിക്കണേ. സോയിബുൽ ബക്കറ്റ്, മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞ ഈ ഹയവാനാണല്ലോ ഇതൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഇവനാണല്ലോ ലോകം മുഴുവൻ നിയന്ത്രിക്കണേ. നിങ്ങൾ എന്ത് പറയണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ കോമാടൻ ഔദാക്ക ഓനാണല്ലോ ഇപ്പോൾ അതൊക്കെ ചെയ്യിപ്പിക്കണേ. ഇപ്പോൾ ഒരു മൈക്ക് മാത്രമാണെന്നാണല്ലോ. അപ്പോൾ ഏതായാലും ആൾക്കാരുടെ ഇടയിൽ വഷളാകഞ്ഞു വേറെടുക്കാൻ പോകണം. ഇത് ഞാൻ നാളൊക്കെ പറഞ്ഞു, അതിൽ ലൈവ് പറ്റിച്ചതാണ്. മരുവിനേശാണ് ലൈവ് വന്നത്. അപ്പോൾ മരുവിനേശം നോക്കി തപ്പിപ്പിടിച്ചിട്ട് ഓടിയും ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഉസ്താദ് അവരുടെ പ്രസംഗം കണ്ടിട്ടില്ല. അപ്പോൾ ഉസ്താദ് അവർക്ക് മൈക്ക് കൊടുത്തിട്ടില്ല, പ്രസംഗിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞാണ്ട് വാടിയും ചാടി എടുത്താണ്ട് പോകുന്നതാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അപ്പം അയിമനാട് തൂങ്ങാന്ന് വിചാരിച്ചാണ്ട് ഒരു 2-3 മണിക്കൂർ തേക്കണ്ടേ, അതിനും വേണ്ടി ഒപ്പിച്ചതിന് സാധു. പക്ഷെ അത് പൊട്ടിയെന്ന് കണ്ടപ്പോൾ പിന്നെ കടന്നുവരില്ല. അത് മാരിവിൻ്റെ മുമ്പ് ഏതോ ഒരു സെഷനിൽ കൊടുത്തതാണ് എന്ന്. മാരിവിൻ്റെ മുമ്പ് പൊതുസമ്മേളനം തുടങ്ങിന്. അതിൽ അധ്യക്ഷനാ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ അധ്യക്ഷ പ്രസംഗമാണ് നടത്തണത്. അപ്പോൾ നമ്മളിതിൽ വീഡിയോ കണ്ടില്ലേ, ആയിരക്കണക്കിന് സനത് വാങ്ങി ഇറങ്ങുന്ന ആളുകളോടാണ് സംസാരിക്കണത്. എന്നിട്ട് ആകെ ഏത് ബീരാണ്ടിയാണ് ഈ ചൈത്താനെ പറ്റിച്ചതാവും. കോമാണ്ടിയും ബീരാണ്ടിയും സുലൈമാണ്ടിയും ഒക്കെ കൂടി ഈ ചങ്ങായനെ ഞാൻ പറഞ്ഞ മാതിരി കുഞ്ഞിരാമങ്കളി കളിപ്പിച്ചാണ്. പാവം സാധു വേണ്ടാത്ത പണിക്ക് ആദ്യം നിൽക്കണ്ടിണ്ടായില്ല. അതാണ് ആലിമീങ്ങളെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ അത് മുറിമൊളി ഒന്നല്ല, ഇതൊക്കെ തന്നെയാണ്. ഉസ്താദ്മാരെ കുരുത്തക്കേട് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.